ആകാശവാണി. നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക മാതൃഭാഷാ ദിനാഘോഷം. തയ്യാറാക്കിയത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, ഭാഷാ വിദഗ്ധൻ. അവതരണം വി ഗോപകുമാർ. ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ആഘോഷമാണ് ലോക മാതൃഭാഷാ ദിനാഘോഷം. ഫെബ്രുവരി 21-നാണ് ഈ ആഘോഷം. ഒരു രാജ്യത്തിന്റെ അഥവാ സമൂഹത്തിന്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുകയും നിർവചിക്കുകയും ചെയ്യുന്നതിൽ ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാഷ പ്രമുഖ പങ്കുവഹിക്കുന്നു. ഭാഷ ഇല്ലാതാകുമ്പോൾ സംസ്കാരവും നശിക്കുന്നു. ഒരു ജനതയുടെ ഭാഷയുടെ മേൽ മറ്റൊരു ഭാഷ അധിനിവേശത്തിലൂടെ ആധിപത്യം ഉറപ്പിക്കാനും അവരുടെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ശ്രമത്തിനെതിരെ ഉയർന്ന പ്രതിഷേധത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ചരിത്രത്തിൽ നിന്നാണ് ലോക മാതൃഭാഷാ ദിനാഘോഷം പിറവിയെടുക്കുന്നത്. 1947-ൽ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാൻ ജന്മമെടുക്കുന്നു. പാകിസ്ഥാൻ കിഴക്കും പടിഞ്ഞാറുമായി 2 ഭാഗങ്ങളായി കിടന്നിരുന്നു. ബംഗാൾ വിഭജിച്ചതിൽ ഒരു ഭാഗമാണ് കിഴക്കൻ പാകിസ്ഥാൻ. ഈ പ്രദേശം പിന്നീട് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി മാറുകയുണ്ടായി. കിഴക്കൻ പാകിസ്ഥാൻ പ്രവിശ്യയിലുള്ള ജനങ്ങളുടെ മാതൃഭാഷ ബംഗാളിയായിരുന്നു. പാകിസ്ഥാൻ രാജ്യം നിലവിൽ വന്നപ്പോൾ ഉറുദു ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുകയും അത് ബംഗാളി മാതൃഭാഷയായിരുന്നവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. സ്വന്തം ഭാഷയായ ബംഗാളി ഉപയോഗിക്കുന്നതിനായി സ്വാഭാവികമായും ആ പ്രദേശത്തുള്ളവരിൽ നിന്ന് ആവശ്യം ഉയരുകയുണ്ടായി. 1948 ഫെബ്രുവരി 23-ന് പാകിസ്ഥാൻ ഭരണഘടനാ അസംബ്ലിയിൽ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അംഗം ധീരേന്ദ്രനാഥ് ദത്ത ഉറുദുവിനു പുറമെ ബംഗാളിയും അന്ന് ബംഗ്ല ദേശീയ ഭാഷയായി അംഗീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു. ജനങ്ങൾ പ്രതിഷേധം തുടങ്ങിയപ്പോൾ സർക്കാർ അത് നിരോധിച്ചു. പ്രതിഷേധം പ്രക്ഷോഭമായി വളർന്നു. ഢാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികളും പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നു. 1952 ഫെബ്രുവരി 21-ന് പാക് പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തു. നിരവധി വിദ്യാർത്ഥികൾ തൽക്ഷണം മരിച്ചുവീണു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സ്വന്തം ഭാഷയുടെ സംരക്ഷണത്തിനായുള്ള പ്രക്ഷോഭത്തിൽ രക്തസാക്ഷികൾ ഉണ്ടായ ആദ്യത്തെ ചരിത്ര സംഭവമായി മാറി അത്. അവിടെയുള്ള ജനങ്ങൾ അഥവാ ബംഗ്ലാദേശികൾ 1955 മുതൽ ഫെബ്രുവരി 21 ദുരന്ത ദിനമായി ആചരിക്കാൻ തുടങ്ങി. രക്തസാക്ഷികളുടെ സ്മരണയ്ക്കായി ഷഹീദ് മിനാർ എന്ന സ്മാരകം ഢാക്കയിൽ അവർ നിർമ്മിച്ചു. ഫെബ്രുവരി 21 ഓർമ്മ ദിനമായും ഭാഷാ അവകാശ ദിനമായും അവർ ആചരിച്ചു വന്നു. അങ്ങനെയിരിക്കെ കാനഡയിലെ വാൻകൂറിൽ താമസിച്ചിരുന്ന ബംഗാളികളായ റഫീഖുൽ ഇസ്ലാമും അബ്ദുൾ സലാമും ചേർന്ന് ഭാഷാ അവകാശത്തിനു വേണ്ടി ഒരു പ്രമേയം പാസാക്കണമെന്ന് അഭ്യർത്ഥിച്ച് അന്നത്തെ UN സെക്രട്ടറി ജനറലായ കോഫി അന്നന് 1998 ജനുവരി 9-ന് ഒരു അപേക്ഷ സമർപ്പിച്ചു. തുടർന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നിർദ്ദേശമനുസരിച്ച് ബംഗ്ലാദേശ് സർക്കാർ യുനെസ്കോയ്ക്ക് ഈ വിഷയത്തിൽ ഔപചാരികമായ നിർദ്ദേശം സമർപ്പിച്ചു. യുനെസ്കോയുടെ 1999 നവംബർ 17-ന് ചേർന്ന 30ാമത് ജനറൽ അസംബ്ലിയിൽ ഫെബ്രുവരി 21 ലോകരാഷ്ട്രങ്ങൾ മാതൃഭാഷാ ദിനമായി കൊണ്ടാടണമെന്ന പ്രമേയം പാസാക്കി. ഒരുവന്റെ മാതൃഭാഷ അയാളുടെ വ്യക്തിത്വവുമായും സംസ്കാരവുമായും ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ആഗോളവൽക്കരണത്തിന്റെ ഫലമായി നിരവധി ചെറിയ ഭാഷകളെ വലിയ ഭാഷകൾ ഇല്ലായ്മ ചെയ്യുന്നുണ്ടെന്നും 2 ആഴ്ചയിലൊരിക്കൽ വീതം ഒരു മാതൃഭാഷ ലോകത്തിൽ അപ്രത്യക്ഷമാകുന്നുണ്ടെന്നും അതുമൂലം ആ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുടെ സംസ്കാരങ്ങളും നശിക്കുന്നുണ്ടെന്നും ഐക്യരാഷ്ട്രസഭ കണ്ടെത്തുകയുണ്ടായി. ഈ അന്വേഷണ പഠന ഫലമാണ് പ്രമേയത്തിന് അടിസ്ഥാനം. 2000 ഫെബ്രുവരി 21 മുതൽ ലോക മാതൃഭാഷാ ദിനം കൊണ്ടാടി വരുന്നു. ലോകത്തുള്ള 6000-ലധികം ഭാഷകളിൽ 100ഓളം ഭാഷകൾ മാത്രമേ സ്കൂളുകളിൽ പഠിപ്പിക്കുകയും പൊതുരംഗങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളൂ. ലോക ജനത ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ ഇതിലും എത്രയോ കുറവാണ്. ഉപയോഗിക്കാതെ പോകുന്ന ഭാഷകളും അവയുടെ സംസ്കാരങ്ങളും ഇല്ലാതാവുക സ്വാഭാവികം. ലോകത്തുള്ള ഭാഷകളിൽ 43% വംശഭീഷണി നേരിടുന്നു എന്നും കണക്കാക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ ഇംഗ്ലീഷിന്റെ അധിനിവേശം നിരവധി ഭാഷകളെ ഇല്ലാതാക്കി. ഈ പ്രതിഭാസം ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഉപാധിയാണ് ലോക മാതൃഭാഷാ ദിനാഘോഷം. ലോകമെമ്പാടുമുള്ള ഭാഷകളോടും സംസ്കാരങ്ങളോടും പ്രിയത്വവും സഹിഷ്ണുതയും പുലർത്താൻ യുനെസ്കോ ലോക ജനതയോട് ആഹ്വാനം ചെയ്യുന്നു. വിവിധ പരിപാടികളാണ് ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കാവുന്നത്. ഒരു പുതിയ ഭാഷ പഠിക്കുകയും ആ ഭാഷാ സമൂഹത്തിന്റെ സംസ്കാരം പരിചയിക്കുകയും ആകാം.
നമ്മുടെ ഭാഷാ സംസ്കാര ആഘോഷ പരിപാടികളിൽ ഇതര ഭാഷാ സംസ്കാര സമൂഹത്തെ പങ്കാളിയാക്കാം. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഭാഷാ സംസ്കാരങ്ങളുടെ ബഹുത്വം നിലനിർത്താനുതകുന്ന പ്രചാരണങ്ങൾ നടത്താം. നമ്മുടെ മാതൃഭാഷാ പദങ്ങളുടെ നിരുക്തിയിലേക്കുള്ള അന്വേഷണവും ചരിത്ര അന്വേഷണവും സംസ്കാര അന്വേഷണവും ആകാം. മികച്ച നേട്ടങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകാം. വ്യത്യസ്ത ഭാഷാ സംസ്കാരങ്ങൾക്ക് അന്തർധാരയായി വാർത്തിരിക്കുന്ന പൊതുഘടകങ്ങൾ കണ്ടെത്താനുള്ള ഗവേഷണവും ആകാം. ഓരോ വർഷവും യുനെസ്കോ ആഘോഷത്തിന് പ്രത്യേക പ്രമേയം നിശ്ചയിക്കുന്നുണ്ട്. ഈ വർഷത്തെ പ്രമേയം ബഹുഭാഷാ വിദ്യാഭ്യാസത്തെക്കുറിച്ച് യുവാക്കൾക്കുള്ള അഭിപ്രായങ്ങൾ എന്നതാണ്. സമഗ്രവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഡിജിറ്റൽ ഉള്ളടക്കം വികസിപ്പിച്ച് ഭാഷകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. 2022-32 എന്ന ലോക തദ്ദേശീയ ഭാഷാ ദശകത്തിൽ മാതൃഭാഷാ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും വേണം. ഭാരതത്തിൽ 1652 ഭാഷകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇവയിൽ 22 ഭാഷകൾക്ക് മാത്രമാണ് ഭരണഘടന ഔദ്യോഗിക ഭാഷാ പദവി നൽകിയിട്ടുള്ളത്. നിരവധി ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക ഭാഷാ പദവി കിട്ടാത്ത അനേകം ഭാഷകൾ ഉണ്ടെന്നും സാരം. 11 ഭാഷകൾക്കേ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളൂ. ഭാരതീയ ഭാഷകളെയും അവ സംസാരിക്കുന്ന ജനങ്ങളുടെ സംസ്കാരങ്ങളെയും നിലനിർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത മഹാത്മാഗാന്ധി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഭാഷാ സഹിഷ്ണുത കുറഞ്ഞുവരുന്ന സമൂഹത്തിൽ ഇതര ഭാഷകൾ പഠിക്കാനും മറ്റു സംസ്കാരങ്ങൾ പരിചയിക്കാനുമുള്ള താൽപര്യം കുറയുക സ്വാഭാവികം. കേരളത്തിൽ സ്ഥിതി കുറച്ചുകൂടി രൂക്ഷമാണെന്നും കാണാം. മാതൃഭാഷാ പഠന വ്യാപന വൈമുഖ്യം ഇവിടെ ഏറെയാണ്. സ്വന്തം ഭാഷയോടും സംസ്കാരത്തോടുമുള്ള ആഭിമുഖ്യമാണ് ഭാഷാ സംസ്കാരങ്ങളുടെ വികസനത്തിനുള്ള ശ്രമങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത്. തീരെ ഇല്ലെന്നല്ല, മാതൃഭാഷ നമ്മുടെ ശീലമാകണം, ആത്മാഭിമാനത്തിന്റെ അടയാളമാകണം, സംസ്കാര ബോധനത്തിനുള്ള ഉപാധിയാകണം, പുരോഗതിക്കുള്ള അടിസ്ഥാനമാകണം. ഭരണത്തിലും വിദ്യാഭ്യാസത്തിലും കോടതിയിലും എന്തിന് നാം ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും മാതൃഭാഷ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഇതര ഭാഷാ സംസ്കാരങ്ങൾ സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളണം. ഭാഷയില്ലെങ്കിൽ സംസ്കാരമില്ല, സംസ്കാരമില്ലെങ്കിൽ നാം തന്നെയില്ല. ഇന്നലകളെ അറിയാത്ത ജനത വേരറ്റ മരമാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.